ലോകം ഭീതിയോടെ കാത്തിരുന്ന ആ വാർത്ത വരുന്നു. വെറുമൊരു മിസൈൽ ആക്രമണമല്ല ഇത്. റഷ്യയുടെ പക്കലുള്ള ഏറ്റവും വിനാശകാരിയായ ഓർഷനിക് മിസൈൽ വീണ്ടും ഉക്രൈനെ പിടിച്ചു കുലുക്കിയിരിക്കുന്നു. ഇന്ന് പുലർച്ചെ ലിവീവ് മേഖലയിൽ നടന്ന ആക്രമണം വെറുമൊരു സൂചന മാത്രമാണോ? എന്തുകൊണ്ടാണ് അമേരിക്ക തന്റെ പൗരന്മാരോട് അടിയന്തരമായി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്? പുതിൻ ലക്ഷ്യമിടുന്നത് ഉക്രൈന്റെ സമ്പൂർണ്ണ തകർച്ചയാണോ? നോക്കാം. ജനുവരി 9 പുലർച്ചെ ഉക്രൈന്റെ പടിഞ്ഞാറൻ മേഖലയായ ലിവീവിൽ വലിയ സ്ഫോടനങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. സാധാരണ ക്രൂയിസ് മിസൈലുകളോ ഡ്രോണുകളോ റഡാറിൽ പതിയാതെ തന്നെ ലിവീവിലെ നിർണായക കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടു. റഷ്യയുടെ അത്യാധുനിക ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ആയിട്ടുള്ള ഓർഷനിക് ആണ് ഇവിടെ പ്രയോഗിക്കപ്പെട്ടത് എന്നാണ് പ്രാഥമിക നിഗമനം. കപുസ്റ്റിൻ യാർ പരീക്ഷണ ശ്രേണിയിൽ നിന്നാണ് ഈ മാരകായുധം വിക്ഷേപിക്കപ്പെട്ടത്. ഈ ആക്രമണം കേവലം നാശനഷ്ടങ്ങൾ വരുത്തുക എന്നതിലുപരി വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. ശൈത്യകാലം കടുക്കുന്നതോടെ യുക്രൈന്റെ ഊർജ്ജ നിലയങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും തകർത്ത് രാജ്യത്തെ ഇരുട്ടിലാക്കുക എന്ന റഷ്യൻ തന്ത്രമാണ് ഇവിടെ നടപ്പിലാകുന്നത്. ഇതിന് തൊട്ട് മുമ്പ് പ്രസിഡന്റ് സെലൻസ്കിയുടെ ജന്മനാടായിട്ടുള്ള ക്രീവ് റിഹിലും ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യ വലിയ ആഘാതം സൃഷ്ടിച്ചിരുന്നു. എന്താണ് ഓർഷനിക് മിസൈലിന്റെ പ്രത്യേകത? ശബ്ദത്തെക്കാൾ 10 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഈ മിസൈലുകളെ പ്രതിരോധിക്കാൻ നിലവിലെ പാശ്ചാത്യ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അത്ര എളുപ്പമല്ല. ഉക്രൈന്റെ കൈവശമുള്ള പാട്രിയറ്റ് മിസൈൽ പ്രതിരോധം പോലും ഓർഷനിക്കിന് മുന്നിൽ പലപ്പോഴും പരാജയപ്പെടുകയാണ്. ഇതോടെയാണ് കീവിലെ US എംബസി കടുത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. അടുത്ത കുറച്ച് ദിവസങ്ങളിൽ ഉക്രൈനിലുടനീളം റഷ്യ വലിയ തോതിലുള്ള വ്യോമാക്രമണം നടത്തിയേക്കാമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. അമേരിക്കൻ പൗരന്മാരോട് ഷെൽട്ടറുകൾ തയ്യാറാക്കാനും വ്യോമാക്രമണ മുന്നറിയിപ്പ് നൽകുന്ന ആപ്പുകൾ കരുതാനും എംബസി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. നയതന്ത്ര ചർച്ചകളെക്കാൾ ഉപരിയായി ആയുധക്കരുത്തിലൂടെ യുദ്ധം അവസാനിപ്പിക്കാനാണ് റഷ്യയുടെ നീക്കമെന്ന് സെലൻസ്കിയും സമ്മതിക്കുന്നുണ്ട്. പുതിനും അത്തരത്തിലുള്ള ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ നടത്തുന്നത്. റഷ്യയുടെ ഈ നീക്കം യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈന് നൽകുന്ന ആയുധ സഹായത്തിനുള്ള മറുപടി കൂടിയാണിത്. ഓരോ തവണയും ഉക്രൈൻ പ്രത്യാക്രമണത്തിന് മുതിരുമ്പോഴും ഓർഷനിക് പോലുള്ള പുത്തൻ ആയുധങ്ങൾ പുറത്തെടുത്ത് തങ്ങളുടെ മേധാവിത്വം തെളിയിക്കുകയാണ് മോസ്കോ. തണുത്തുറഞ്ഞ ഈ ശൈത്യകാലം ഉക്രൈന് അതിജീവിക്കാൻ കഴിയുമോ എന്നത് കണ്ടു തന്നെ അറിയണം. റഷ്യയുടെ പുതിയ ആയുധ പ്രയോഗം ലോകരാജ്യങ്ങളെ തന്നെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ഒരു 3ാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലാണോ നാം നിൽക്കുന്നത് എന്ന ചോദ്യം അവശേഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.